നമുക്ക് ബാലിന്റെയും ഗോമതിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുത്. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ നാളത്തെ വിശേഷത്തില് രവീന്ദ്രനെ കാണാനായിട്ട് ആകാശ് ചെല്ലുവാണ്. ആകാശിന് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം അച്ഛൻ വെല്ലുവിളിയോട് കൂടിയിട്ടാണ് തന്നോട് പറഞ്ഞിരിക്കുന്നത്, 8ന്റെ പണി തന്നെ നിനക്ക് കിട്ടുമെന്ന്. അങ്ങനെയാണെങ്കിൽ താൻ ഗോമതി സ്റ്റോഴ്സിനെതിരായിട്ട് മീനാക്ഷി സ്റ്റോഴ്സ് തുറക്കാൻ ഇറങ്ങി പുറപ്പെട്ടാൽ തനിക്കിട്ട് പണി കിട്ടുമോ. അതിനേക്കാളുപരി മീനാക്ഷി എവിടുന്ന് ട്രാൻസ്ഫർ ചെയ്യിക്കണം. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള തന്ത്രങ്ങളൊക്കെയാണ് രവീന്ദ്രൻ അങ്കിളും അതുപോലെ തന്നെ അച്യുതനൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുള്ള കാര്യമൊക്കെ ആകാശിന് നന്നായിട്ടറിയാം. അപ്പം ആകാശിൻ്റെ മനസ്സിലൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ രവീന്ദ്രനെ ചെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ആകാശ് പറഞ്ഞു, അങ്കളെ എനിക്കിപ്പം നല്ല പേടി തോന്നുന്നുണ്ട്. അപ്പോഴേക്കും രവീന്ദ്രൻ പറഞ്ഞു, എന്തിനാ ആകാശെ പേടിക്കണേ? അല്ല, നമ്മൾ മീനാക്ഷിക്ക് ഇവിടുന്ന് ട്രാൻസ്ഫർ വാങ്ങിക്കൊടുത്താൽ അതിൻ്റെ പേരിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ? ഇനിയിപ്പം മീനാക്ഷിക്ക് വല്ല സസ്പെൻഷനോ മറ്റോ കിട്ടുമോ? അതൊന്നും ഓർത്ത് നീ പേടിക്കണ്ട. ഒരു ട്രാൻസ്ഫറല്ലേ കിട്ടത്തുള്ളൂ മീനാക്ഷിക്ക്. അതിൻ്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടാകാൻ പോകുന്നില്ല. അല്ല, അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ എന്നെ എല്ലാവരും സംശയിക്കും. ആകാശേ, അങ്ങനെ പറഞ്ഞാൽ നമുക്ക് മുന്നോട്ട് നീങ്ങാൻ പറ്റുമോ? ദേ, എൻ്റെ ഇപ്പം ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്നറിയാവോ? മീനാക്ഷി സ്റ്റോഴ്സ് തുറക്കുക. നിന്നെ അവിടുത്തെ ആ കസേരയിലെത്തുക. നിങ്ങൾക്ക് ജീവിക്കണ്ടേ? കുറച്ച് നാൾ കഴിയുമ്പോൾ മീനാക്ഷിക്ക് മനസ്സിലാവും നീ ചെയ്ത നല്ല കാര്യമെന്ന്. അപ്പം മീനാക്ഷി നിന്നോടുള്ള ദേഷ്യമൊക്കെ മറന്നു കളയും. അല്ല, ഇതിൻ്റെ പേരിലൊരു പ്രശ്നം എനിക്കത് ചിന്തിക്കാൻ പോലും പറ്റില്ല. അച്ഛൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതിനേക്കാളും വലിയ പ്രശ്നമാവും. അതെ, ബാലിൻ്റെ കാര്യം നോക്കി പോട്ടെ. ബാലിന് ഗോമതി സ്റ്റോഴ്സ് ഉണ്ടല്ലോ. പിന്നെ ബാലിന് എന്തിനാ ഈ കാര്യത്തിലൊക്കെ ഇടപെടേണ്ട കാര്യമുണ്ടോ? പിന്നെ മീനാക്ഷിയുടെ അച്ഛനാ ഞാൻ. അപ്പം മീനാക്ഷിയുടെ കാര്യത്തിൽ എനിക്കും ചില അധികാരങ്ങളും അവകാശങ്ങളും ഒക്കെ ഉണ്ട്. എന്ത് ചെയ്യണം എന്ത് വേണമെന്നൊക്കെ എനിക്കറിയാം. അവളുടെ നന്മയെ കൂടി കരുതിയിട്ട് ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത്. അതുകൊണ്ടാണ് അവളുടെ എതിർപ്പിനെയൊക്കെ അവഗണിച്ചിട്ടും ഞാൻ അവൾക്ക് ട്രാൻസ്ഫർ വാങ്ങി കൊടുക്കാൻ ശ്രമിക്കുന്നത്. അവളിവിടെ ഉണ്ടെങ്കിൽ ട്രാൻസ്ഫർ കിട്ടില്ല എന്നുള്ള കാര്യമൊക്കെ എനിക്ക് നല്ല വ്യക്തമായിട്ടറിയാം. അല്ല, അവള് ഇവിടെ ഉണ്ടെങ്കിൽ സർട്ടിഫിക്കറ്റ് കിട്ടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് നല്ല വ്യക്തമായിട്ടറിയാം. അതുകൊണ്ടാണ് അവളെ എത്രയും പെട്ടെന്ന് തന്നെ ഇവിടുന്ന് മാറ്റണമെന്ന് ഞാൻ തീരുമാനിക്കുന്നത്. അപ്പോഴേക്കും ആകാശ് പറഞ്ഞു, അല്ലെങ്കിലെ ഇനിയിപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും കാര്യം നടന്നില്ലെങ്കിൽ നടക്കും ആകാശേ. പോസിറ്റീവായിട്ട് ചിന്തിച്ചാൽ മതി. എനിക്ക് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. മന്ത്രിക്ക് വരെ പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവൾക്ക് ട്രാൻസ്ഫർ കൊടുക്കും. നീ ധൈര്യമായിട്ടിരിക്കുക. നീ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അതും പറഞ്ഞ് ആകാശിനെ സമാധാനിപ്പിക്കുന്നുണ്ട് രവീന്ദ്രൻ. പക്ഷെ ആകാശിൻ്റെ ചങ്കിനകത്തൊരു പിടപ്പ. ഒടുവിൽ താൻ കുറ്റവാളിയാകുകയും ചെയ്യും. മീനാക്ഷിക്ക് ട്രാൻസ്ഫർ കിട്ടിയില്ലെങ്കിൽ ഇത് ഉദ്ദേശിച്ച പോലെ ഒന്നും കാര്യങ്ങളൊന്നും മുന്നോട്ട് പോവില്ലെന്നുള്ള കാര്യം മനസ്സിലായി. ഇതേ സമയം ആര്യനും മിത്രനും കൂടെ ഭയങ്കര സന്തോഷത്തോടുകൂടി വീട്ടിലേക്ക് വരുന്നത്. എക്സാമൊക്കെ എളുപ്പമായിരുന്നു. അപ്പോൾ കുറേ സമയം അവർ ബീച്ചിലൊക്കെ പോയിരുന്നു. ലോറി നന്നാക്കി കിട്ടണമായിരുന്നല്ലോ. അങ്ങനെ തിരികെ ലോറിക്കാണ് അവർ വീട്ടിലേക്ക് വരുന്നത്. പിറ്റേ ദിവസം രാവിലെയാണ് വീട്ടിലെത്തുന്നത്. അപ്പോൾ രാത്രി മൊത്തം അവർ ലോറിയൊക്കെ നന്നാക്കി അതിനുശേഷം പതുക്കെ അവിടുന്ന് പോരുന്നത്. നേരം വെളുത്തു കഴിഞ്ഞപ്പോഴത്തേനുമാണ് വീട്ടിലേക്ക് വരുന്നത്. ഈ സമയത്ത് ബാലൻ അക്ഷമനോട് കാത്തിരിക്കുന്നുണ്ടായിരുന്നു. കാരണം ബാലനറിയാം അവർ പോയത് എക്സാം എഴുതാനാന്നുള്ള കാര്യങ്ങളൊക്കെ. പക്ഷെ തന്നോട് കള്ളത്തരം പറഞ്ഞിട്ടാണ് പോയിരിക്കുന്നത്. അത് ക്ഷമിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നു ബാലന്. അങ്ങനെ അവർ വരാൻ വേണ്ടി കാത്തിരുന്നു. അവരങ്ങോട്ട് വന്ന് ഹാളിലേക്ക് കയറുന്ന സമയത്ത് ബാലൻ ഹാളിൽ തന്നെ ഉണ്ടായിരുന്നു. അച്ഛനെ കണ്ടു കഴിഞ്ഞപ്പം ആരിനൊരു നിമിഷം ഒന്ന് ഞെട്ടി. അച്ഛൻ ഇവിടെ ഇങ്ങനെ ഇരിക്കുമെന്ന് പ്രതീക്ഷിച്ചില്ല. പക്ഷെ എന്നാലും ആരിന് നല്ല ധൈര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ആരുടെ മുന്നിൽ തോറ്റു കൊടുക്കാനും ആരും തയ്യാറായിരുന്നില്ല. മിത്ര പറഞ്ഞു, ആര്യ, അതേ അങ്കിൾ ഇരിക്കുന്നുണ്ട്. എനിക്ക് പേടിയാന്നിട്ട് അങ്കിൾ എന്തെങ്കിലും ചോദിക്കോ? നീ എന്തിനാ പേടിക്കുന്നത്? ഇങ്ങോട്ട് കയറി വരാൻ പറയണ. ബാലൻ വന്നിട്ട് ചോദിച്ചു, എങ്ങനെ ഉണ്ടായിരുന്നു? കല്യാണമൊക്കെ അടിപൊളിയായിരുന്നോ? കല്യാണമൊക്കെ നല്ലതായിരുന്നു അച്ഛാ. അല്ല, എന്നിട്ടെന്താ നിങ്ങൾ ഇന്നലെ തരാൻ വരാത്തെ? അത് പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞപ്പോൾ കുറേ ലേറ്റായി. പിന്നെ എല്ലാവരുമായിട്ടൊക്കെ ഒന്ന് അടിച്ചു പൊളിച്ചു. ഓ, അങ്ങനെയായിരുന്നല്ലേ? കല്യാണം കൂടാൻ വരെ പോയതായിരുന്നല്ലോ രണ്ടുപേരും ഇത്ര ദൂരെ തിരുവനന്തപുരത്തിന്? അതെ. അല്ല, നിങ്ങൾ എങ്ങനെയാണ് പോയത്? ഞങ്ങൾ ട്രെയിനിനാണ് പോയത്. ഓ, ട്രെയിനിനാണ് പോയതല്ലേ? ഞാനെന്നാ കൂടെ മറന്നുപോയി. എൻ്റെ ഒരു മറവിയേ. അല്ല, നിങ്ങൾ വേറൊരിടത്തും പോയില്ല? അല്ല, അത് പിന്നെ കല്യാണം കൂടാൻ പോയിട്ട് വേറെ എവിടെ പോകാനാ അച്ഛാ എന്ന് ആര്യം പറഞ്ഞു. അങ്ങനെയാണെങ്കിലേ ഇതാരാന്നൊന്ന് പറഞ്ഞ് എന്നും പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുവാണ്, ബാലൻ ഫോണിനകത്തുള്ള വീഡിയോ എടുത്ത് കാണിക്കുവാണ്. ഒരു നിമിഷം ആര്യനും ഇത്രയും ഞെട്ടിപ്പോയി. രണ്ടുപേരും കൂടെ ഓടുന്നേ. പിന്നീട് ആര്യം വിളിച്ച് പറയുന്നേ, എൻ്റെ ഭാര്യയ്ക്ക് എക്സാമാ, ഞാൻ അവളെ എക്സാം എഴുതിക്കാൻ കൊണ്ടുപോവാ, അല്ലാതെ ഞാൻ അവളുടെ പിന്നാലെ പോയി അവളെ പിടികൂടാൻ പോകുന്നൊന്നും അല്ലാന്ന് അവൾ ഓവറോട് പറഞ്ഞ കാര്യങ്ങൾ അതേപടി തന്നെ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്ത് വെച്ചിരിക്കുന്നു. അത് കണ്ടപ്പം മിത്രയുടെ നെഞ്ച് പടപട ഇടിക്കാൻ തുടങ്ങി. അപ്പം ഇത് നിങ്ങൾ രണ്ടുപേരും അല്ലേ എന്നൊരു ചോദ്യം. അപ്പോഴേക്കും അകത്തുനിന്ന് ഗോമതി
ആനന്ദും ശ്രീദേവിയും അവരെല്ലാവരും കൂടെ അങ്ങ് ഇറങ്ങി വരുവാണ്. ആ സമയം ആര്യം പറഞ്ഞ അത് പിന്നെ അച്ഛാ, എടാ ആര്യ, നീ എത്രയൊക്കെ കള്ളത്തരം കാണിച്ചാലും അതൊക്കെ ഞാൻ പിടിക്കില്ല നീ കരുതിയോ? എടാ ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി. ആരും എൻ്റെ അടുത്ത് സത്യം പറയുന്നവരില്ല. ഞാൻ വിചാരിച്ചു നീ എങ്കിലും എൻ്റെ അടുത്ത് കള്ളത്തരം പറയില്ലാന്ന്. പക്ഷേ എങ്കിൽ നീ എന്നെ അതിവിദഗ്ധമായിട്ട് പറ്റിച്ചാ പോയേക്കുന്നേ. നിന്റെ ഭാര്യനെ പരീക്ഷ എഴുതിക്കാനായിട്ട് നിന്നോട് ഞാൻ പറഞ്ഞല്ലായിരുന്നോടാ, ഈ പരീക്ഷ എഴുതാൻ പോണ്ട, അവൾക്ക് ഈ ജോലി വേണ്ടാന്ന്. ആര്യ പറഞ്ഞു അതെങ്ങനെ ശരിയാവും അച്ഛാ? എൻ്റെ ഭാര്യയുടെ കാര്യങ്ങൾ ഞാൻ നോക്കണ്ടേ? അവൾക്ക് എക്സാം എഴുതി ജോലി കിട്ടാന്നുള്ള എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ്. അപ്പം അത് സാധിക്കുക തന്നെ വേണം. എൻ്റെ ആഗ്രഹത്തേക്കാൾ ഉപരി അവളുടെ ആഗ്രഹമാണ്. അവളുടെ ആഗ്രഹത്തിന് ഞാൻ സപ്പോർട്ട് ചെയ്ത് നിന്നെന്നുള്ളൂ. ഓഹോ, അപ്പം എൻ്റെ വാക്കിനൊരു വിലയില്ലല്ലേ? അച്ഛാ അങ്ങനെ പറയരുത്. അച്ഛൻ എന്ത് വർത്താനാ പറയണേ? അച്ഛൻ്റെ മക്കളുടെ മേലെ അധികാരമുണ്ട് എന്ന് പറഞ്ഞ പോലെ എൻ്റെ ഭാര്യയുടെ മേലും എനിക്കൊരു അധികാരം അവകാശമൊക്കെ ഉണ്ട്. അവളുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാന്നുള്ള എൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം ഇപ്പോഴത്തെ. അപ്പം അതിന് വേണ്ടിയിട്ട് എന്ത് ത്യാഗം ചെയ്യാൻ തയ്യാറായിട്ടാണ് ഞാൻ ഇരിക്കുന്നേ. ഓഹോ, അപ്പം പിന്നെ എനിക്കെന്താടാ വില? അച്ഛന് വിലയില്ലാന്ന് ആര് പറഞ്ഞു? അതുപോലെ തന്നെ എൻ്റെ ഭാര്യയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഇത്. അവളുടെ ആഗ്രഹം സാധിച്ചു കൊടുത്തില്ലെങ്കിൽ ഞാൻ പിന്നെ ഭർത്താവാന്നും പറഞ്ഞുകൊണ്ടിരുന്നിട്ട് എന്താ കാര്യം? അമ്മ ഒരു ആഗ്രഹം പറഞ്ഞാൽ അച്ഛൻ സാധിച്ചു കൊടുക്കില്ലേ? അതുപോലെ തന്നെയാണ് എനിക്കും. അപ്പോഴേക്കും മിത്ര പറഞ്ഞു വേണ്ട ആര്യ, നീ ഒന്നും മിണ്ടായിരിക്കും മിത്രേ. നമ്മൾ അങ്ങനെ താണു കൊടുക്കേണ്ട സ്ഥലത്തൊക്കെ താണു കൊടുക്കണം. ഇതിപ്പം നിന്റെ ഒരു അവകാശം കൂടെയാണ്. നീ ഏത് ജോലി ചെയ്യണം എന്ത് ചെയ്യണമെന്നൊക്കെ നീ തീരുമാനിക്കുന്ന, അല്ലാതെ മറ്റുള്ളവരല്ല തീരുമാനിക്കുന്നത്. ഓഹോ, അപ്പം അങ്ങനെ നീ എന്നെ വെല്ലുവിളിക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് ബുദ്ധിമുട്ടായിരിക്കും ആര്യ ഈ വീട്ടിൽ താമസിക്കാൻ. ഈ വീട്ടിൽ നിന്ന് പോകേണ്ട വന്നാലും ശരി, എനിക്ക് എൻ്റെ ഭാര്യനെ പോലീസുകാരി ആക്കിയാൽ മതിയാവും. അവള് എക്സാം എഴുതി പാസ്സായി കിട്ടുവാണെങ്കിൽ ഉറപ്പായിട്ട് അവളെ ഞാൻ പോലീസുകാരി ആക്കും. അതിനൊരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. അച്ഛനെ കൊണ്ട് ചൊരിയാൻ പറ്റുന്ന എന്താന്ന് വെച്ചാൽ അച്ഛൻ ചെയ്യും. ഓഹോ, അപ്പം നീ എന്നെ വെല്ലുവിളിക്കും അല്ലേ? വെല്ലുവിളിയൊന്നും അല്ലച്ചാ. ഇത് ഇത്രയെങ്കിലും ഞാൻ അവൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കണം. പിന്നെ നമ്മൾ ഒരാളുടെ മേലെ ഒന്നും അടിച്ചേൽപ്പിക്കാൻ പാടില്ല. നമ്മുടെ ഇഷ്ടങ്ങൾ എന്താണെന്ന് വെച്ചാൽ അത് നമ്മൾ നേടിയെടുക്കാനായിട്ട് ശ്രമിക്കണം. അതെത്ര കഠിനമുള്ള കാര്യമാണെങ്കിലും ശരി. അപ്പം മിത്രയുടെ ആഗ്രഹം നേടിയെടുക്കാനായിട്ട് അവളോടൊപ്പം ഞാൻ നിൽക്കുകയോ ചെയ്തേ. ഇനിയിപ്പം ഇത് അച്ഛന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്നെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കാൻ അച്ഛൻ്റെ ആഗ്രഹമെങ്കിൽ അങ്ങനെ ആയിക്കോ. ഞാൻ മിത്രയുടെ കൈ പിടിച്ച് വീട് വിട്ട് ഇറങ്ങിപ്പോയിക്കോളാം. എനിക്കതിനൊരു കുഴപ്പമില്ല. ആരിന് നല്ല ധൈര്യമാണ്. പക്ഷെ മിത്രയ്ക്ക് നല്ല ടെൻഷൻ. ബാലൻ പറഞ്ഞു ഓ അപ്പം എല്ലാം നീ തീരുമാനിച്ചിട്ടല്ലേ? അതെ അച്ഛാ, തീരുമാനിച്ചിട്ട് എന്നെ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. ഗോമതി പറഞ്ഞു നീ എന്തൊക്കെയാടാ ആര്യ പറയണേ? അച്ഛനെ എതിർത്ത് സംസാരിക്കുന്നോ? എൻ്റെ അമ്മേ, എതിർത്ത് സംസാരിക്കുന്നല്ലത്. നമ്മുടെ ഇഷ്ടങ്ങൾ അച്ഛൻ കണ്ടറിയണം. ഇല്ലെങ്കിലുണ്ടല്ലോ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്തെന്നിരിക്കും. ബാലൻ പറഞ്ഞു ഞാൻ എന്തും പൊറുക്കും, പക്ഷെ ചതി മാത്രം എനിക്ക് പൊറുക്കാൻ പറ്റില്ല. ഇതൊക്കെ കേട്ടോണ്ട് ശ്രീദേവി അവിടെ നിൽക്കുന്നുണ്ട്. ശ്രീദേവിയുടെ നെഞ്ച് കത്തുവോ. ദൈവമേ, പെട്ടുപോവോ? താൻ ഇതിനേക്കാളും വലിയ ചതി ചെയ്തോണ്ടായിരിക്കണേ. തൻ്റെ കള്ളത്തരങ്ങാനും പിടിക്കപ്പെട്ട അതോടുകൂടി പിന്നെ താൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. ബാലച്ചൻ തന്നെ വീട്ടിൽ നിന്ന് പോലും ഇറക്കി വിടും. തൻ്റെ കുടുംബം വരെ ചിലപ്പോൾ കത്തിച്ചെന്നിരിക്കും. തൻ്റെ അച്ഛനും അമ്മയൊക്കെ കൊന്നു കളഞ്ഞിരിക്കും. അത്രയ്ക്ക് ദേഷ്യം ബാലച്ചന് കള്ളത്തരം പറയുന്നേ. ഇവർ ഇത്രയും ഒരു കാര്യം, അതും ചീത്തയായിട്ടുള്ള കാര്യമല്ല ജോലി എന്ന് പറഞ്ഞേ, അങ്ങനെ ഒരു കാര്യം ബാലച്ചനെ എതിർത്ത് ചെയ്യുവാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നു. ശ്രീദേവിയുടെ മുഖത്ത് ടെൻഷൻ കണ്ടപ്പോൾ ആനന്ദി ചോദിച്ചു എന്താ ദേവി എന്ത് പറ്റി? ഒന്നുമില്ലാന്ന് പറയണം. ഈ സമയത്ത് ആര്യം മിത്രയുടെ കൈയും പിടിച്ച മുറിയിലേക്ക് അങ്ങോട്ട് കയറിപ്പോയി. ബാലൻ പറഞ്ഞാൽ കാണിച്ചു കൊടുക്കുന്നുണ്ട്, ഞാനങ്ങനെ ഒന്നിനെ വെറുതെ വിടാൻ പോകുന്നില്ല. ആ സമയത്ത് ഗോമതി ബാലൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു ബാലേട്ടാ, മിത്രമോൾക്ക് ഇതാ ഇഷ്ടമെങ്കിൽ അവൾ ഈ ജോലി ചെയ്യട്ടെ, നമ്മളെതിരെ നിൽക്കണ്ട. നമ്മളെന്തിനാ എതിരെ നിൽക്കുന്നത്? ഇതേ ഗോമതി, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, വലിയ വലിയ കാര്യങ്ങളൊന്നും നീ തലയിലുണ്ട. എനിക്കിഷ്ടമില്ലാത്ത കാര്യമാണ്, അതാരും ചെയ്യാനായിട്ട് മുതിരുവാൻ വേണ്ട. ഈ ബാലിനൊരു കാര്യം പറഞ്ഞ തന്നെയാ എൻ്റെ വാക്കിനെ ധിക്കരിച്ച് ചെയ്താണ്ടല്ലോ. അതെ ബാലേട്ടാ, പണ്ടത്തെ പോലെ ഒന്നും അല്ല, കുഞ്ഞുങ്ങളൊന്നും അല്ല. ആ ഒരു ചിന്ത മനസ്സിൽ വേണം. ഇനി മുമ്പത്തെ പോലെ എങ്ങനെ ആരും ഇനി വീട് വിട്ട് ഇറങ്ങിയാലോ? അപ്പം ഇനി ആർക്കാ നഷ്ടം? നമുക്ക് തന്നെയല്ലേ നഷ്ടം എന്നൊക്കെ പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ബാലൊന്നും മിണ്ടാതെ അങ്ങോട്ട് ദേഷ്യപ്പെട്ട് മുറിയിലേക്ക് കയറിപ്പോയി. കോമതിക്കാണെങ്കിൽ വിഷമമായി. ഈ സമയം മുറിയിലേക്ക് വന്നിട്ട് ആരിനോട് മിത്ര പറഞ്ഞു വേണ്ടിയിരുന്നില്ല ആര്യ, എനിക്ക് വേണ്ടിയിട്ട് ആരും ഈ കുടുംബത്തിലുള്ള എല്ലാവരെയും മുഷിപ്പിക്കേണ്ട കാര്യമില്ലായിരുന്നു. എൻ്റെ മിത്രേ, നമ്മൾ ഇച്ചിരി റിസ്ക് ഒക്കെ എടുക്കാൻ തയ്യാറായെങ്കിലും ഇന്നത്തെ കാലത്ത് നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ എല്ലാവരും പറയുന്നേട്ടാ അത് തന്നെ ശരിയെന്നും പറഞ്ഞിരുന്നാൽ നമുക്ക് ഒന്നും എത്താനായിട്ട് സാധിക്കില്ല. നമ്മൾ പേടിച്ചിരിക്കില്ല, നമ്മൾ മുന്നോട്ട് തന്നെ ഇറങ്ങണം. മിത്രോട് എന്നാലും ആരിൻ്റെ ധൈര്യം ഞാൻ സംഭവിച്ചു തന്നിരിക്കുന്നു. എനിക്കാണെങ്കിൽ അങ്കളുടെ മുഖത്ത് നോക്കുമ്പോൾ തന്നെ കൂട്ടിയിടിക്കാൻ തുടങ്ങും. ഭയങ്കര ടെൻഷനാണ്. എന്തിനാ പേടിക്കണേ? നമ്മൾ കള്ളനോ കൊലപാതകളൊന്നും അല്ലല്ലോ. ഒരു എക്സാം എഴുതാൻ പോയി, അത് പാസ്സാവുകയാണെങ്കിൽ ജോലി കിട്ടുക തന്നെ ചെയ്യും. അതിനുവേണ്ടി കിടന്ന് കഷ്ടപ്പെടുന്ന കഷ്ടപ്പാടാണ് ഇതൊക്കെ. അത് നിന്റെ മനസ്സിലുണ്ടാകണമെന്ന് പറയാം. മിത്ര പറഞ്ഞു അത് പിന്നെ ഇല്ലാതിരിക്കും ആര്യ എന്നൊക്കെ മിത്രയും പറയാണ്. ബാലനാണെങ്കിൽ സമനില തെറ്റിയവനെ പോലെ ഇരിക്കുകയാണ്. ബാലിനെ കിട്ടാവുന്ന വെച്ചിട്ട് വലിയ അടി തന്നെയാണ് കിട്ടിയിരിക്കുന്നത്.
അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മളിന്ന് നാളെ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.